ഭൂമി രണ്ടായി പിളർന്നുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് സംഭവിച്ചാലും, ചെറുതും വലുതുമായി എന്ത് ബാധിച്ചാലും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എത്ര വലിയ അർത്ഥമുണ്ടതിന്, എത്ര വലിയ അർത്ഥമുണ്ടോ. ഇതിനേക്കാൾ എത്ര ദുരിതം ഉണ്ടായിട്ട് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? വളരെ ദുർഘടമായ ഘട്ടങ്ങൾ താണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത് അല്ലേ? ഏതെല്ലാം അവസ്ഥ. മാതാവിന്റെ ഗർഭാശയത്തിന് കഴിഞ്ഞപ്പോ എന്ത് സുരക്ഷിതത്വം അവിടെ ഉള്ളത്, എന്തുറപ്പാ അവിടെ ഉള്ളത്? നമ്മുടെ ഉമ്മ നമുക്കറിയാലോ, വഹനന്നല വഹൻ. അവർ ദുർബലയാണ്, അവർ ദുർബലയാണ്, അവലയാണ്. ആ ഉമ്മയുടെ ദുർബലയായ ഉമ്മയുടെ വയറ്റിൽ അള്ളാഹു നമ്മെ ഉൾക്കൊള്ളിച്ചു. ഒരു മനുഷ്യന്റെ വയറ്റിനുള്ളിൽ നമ്മൾ കിടന്നിട്ട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അവിടെ കൊള്ളിച്ചവൻ, നിന്നെ അവിടെ കൊള്ളിച്ചവനാ അള്ളാഹു, അവിടെ കൊള്ളിച്ചവനാ നിന്റെ സൃഷ്ടാവ്. അവിടെ നിന്ന് നിന്നെ സംരക്ഷിച്ച് ഈ ലോകത്ത് കൊണ്ടുവന്ന് എണീറ്റ് നടക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ വാവിട്ട് നിലവിളിക്കാൻ മാത്രം കഴിയുന്ന ഒരു ഘട്ടത്തിൽ, അതേ കട്ടിയുള്ള ഭക്ഷണങ്ങൾ നിന്റെ ആമാശയം ഉൾക്കൊള്ളാത്തൊരു സാഹചര്യത്തിൽ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിന്റെ മാതാവിന്റെ നെഞ്ചിൽ ഏർപ്പെടുത്തിയവനാണ്, ഒരുക്കിയവനാണ് അള്ളാഹു. നിന്റെ മാതാവിന്റെ മാറിടത്തിൽ നിനക്കുള്ള ഭക്ഷണം ഒരുക്കിയവ അള്ളാഹുവിന്. നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ നോക്കാൻ കഴിയില്ലാന്നോ? നിന്റെ വായെടുത്തേക്ക് നാക്കിട്ട് വിളിക്കാൻ ഉപ്പാപ്പാന്നോ ശൈഖേന്നോ യാ മുഹയ്യിദ്ദീനെന്നോ ഒന്നും ചോദിക്കാൻ പറ്റാത്ത ഘട്ടത്തില്, നിനക്ക് നാവ് അനക്കാൻ കഴിയാത്ത ഘട്ടത്തില്, നിന്റെ നാവുകൾ രൂപപ്പെടുന്ന ഘട്ടത്തില് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാതെ തന്നവനാണ് അല്ലാഹു. എന്താ അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കിയത്? എന്താ റബ്ബിനെ പറ്റി മനസ്സിലാക്കിയത്? ചോദിക്കാതെ നിനക്കെല്ലാം ഒരുക്കിയവൻ, വാവിട്ട് ചോദിക്കാതെ നിനക്ക് വേണ്ടി തന്നവൻ. ആ തന്നവൻ അല്ലാഹുവിന് നിന്നെ സംരക്ഷിക്കാൻ കഴിയില്ലാന്നോ? ആ റബ്ബിൽ വിശ്വസിക്കാൻ നിനക്ക് കഴിയില്ലാന്നോ? ആ റബ്ബിൽ സമാധാനിക്കാൻ നിനക്ക് കഴിയില്ലെന്നോ? ആ റബ്ബിൽ അഭയം തേടാൻ നിനക്ക് കഴിയില്ല എന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വലിയ ധിക്കാരമാണ് മനുഷ്യൻ ചെയ്യുന്നത്, എത്ര വലിയ നന്ദികേടാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ റബ്ബിനോട് തീരെ നന്ദി കെട്ടവനാണ് ഖുർആൻ പറയുക. കാര്യം ആവശ്യമുള്ളതെല്ലാം ആവശ്യത്തിനനുസരിച്ച് നൽകുകയും സംരക്ഷിക്കുകയും വളർത്തുകയും വലുതാക്കുകയും വേണ്ടതൊരുക്കി കൊടുക്കുകയും ചെയ്തിട്ട് എല്ലാം നേടി അവരിപ്പോ രണ്ടു കാലം എണീറ്റിട്ട് വേറൊരാളെ വിളിച്ചിട്ട് ദുആ ചെയ്യാം, വേറൊരാളോട് അഭയം ചോദിക്കുകയാണ്. വടച്ചോ നന്നതൊന്നും പോരാ, എനിക്ക് അതിൽ തൃപ്തിയൊന്നുമില്ല, അതിൽ പ്രതീക്ഷിക്കാൻ വകയില്ല, ശേഷം ഇങ്ങോട്ട് കൊടുക്കുക, ശൈഖ് വഴിങ്ങ് വരട്ടെ, അതുവഴി കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്, അങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞാൽ ആ വാചകത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് അല്ലാഹു ഒരിക്കലും അത് പൊറുക്കൂല എന്ന് പറഞ്ഞത്. റബ്ബ് പൊറുക്കൂല എന്ന് പറഞ്ഞത്. എന്റെ ഒരു പുന്നാരമോൻ, ആ പുന്നാരമോനെ വളർത്തി വലുതാക്കി വേണ്ടതെല്ലാം ചെയ്ത് സംരക്ഷിച്ച് വന്നിട്ട് അവൻ വളർന്നു വലുതായി കഴിഞ്ഞപ്പോ ബാപ്പ മാറി, ഞാൻ അപ്പുറത്തെ വീട്ടിൽ താമസിച്ചോളാം എന്ന് പറഞ്ഞാലോ? നന്ദിയുള്ള മകനെന്ന് ആരെങ്കിലും പറയോ? നന്ദിയുള്ള മകനെന്ന് പറയോ? ഇല്ല. എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ഒരുക്കിയിട്ട് അവന്റെ ജീവിതത്തിൽ പരീക്ഷണം ഏർപ്പെടുത്തി അവന്റെ മനസ്സിൽ ആ വിശ്വാസം അവൻ ഉറപ്പിച്ചുപോ എന്ന നിരീക്ഷണം നടത്തുമ്പോ ഇല്ല, ആ റബ്ബിന്റെ മാർഗം വിട്ട് ആ അല്ലാഹുവിൽ തവക്കുലാക്കേണ്ടതിന് പകരം സൃഷ്ടികളിലേക്ക് ചാഞ്ചാടുന്നവൻ ആരായാലും അവൻ ധിക്കാരിയാണ്, അവൻ ചെയ്യുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു മുസൽമാനെതിരെ കിട്ടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തൻ നന്ദികേട് കാണിക്കൂല. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഏത് മുസീബത്ത് ബാധിച്ചാലും അവൻ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവരിലേക്ക് മടങ്ങാനുള്ളതാണ്. അതിൽ വീഴ്ചയില്ല, വീഴ്ച വരുത്തൂല. പൈസ ഉള്ളപ്പോഴല്ല മനുഷ്യൻ. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തില് വ്യത്യസ്ത സാഹചര്യം ഉണ്ടാവും. എല്ലാരും ഒരുപോലെ ലോകത്ത് ജീവിക്കുന്നില്ല. ഇവിടെ എല്ലാരും പണക്കാരല്ല, എല്ലാരും പണിക്കാരുമല്ല, എല്ലാരും മുതലാളിമാരല്ല, എല്ലാരും തൊഴിലാളികളല്ല, എല്ലാരും രാജാക്കന്മാരല്ല, എല്ലാരും പ്രജകളുമല്ല. അതാ ജീവിതം ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കും. എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും. 100 പേരുണ്ടെങ്കിൽ 100 പ്രശ്നങ്ങൾ ഉണ്ടാവും, 100 ഘട്ടമുണ്ടാവും, 100 അവസ്ഥകൾ ഉണ്ടാവും. അതാണല്ലോ ഒരു കവി അദ്ദേഹം പറഞ്ഞത്, ജീവിതം മന്ത്രിക്കുന്നു നിങ്ങളിൽ ചിലരന്റെ ഭൂവനത്തണൽ തോറും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ചിലരൻ മണൽക്കാടിൻ മധ്യത്തിൽ ഒരു തുള്ളി ജലം കിട്ടാതാർത്തരായി പൊരിയുന്നു. പൂന്തോപ്പിലിരിക്കുന്നോൻ എന്നാമം പുകഴ്ത്തുമ്പോൾ താന്തരായി മരുഭൂമിൽ നിൽക്കുന്നോൻ ശപിക്കുന്നു. ഒരു മനുഷ്യൻ തോഴിമാരോടൊപ്പം പരിചാരകരോടൊപ്പം, ആ പരിചാരകരോടും തോഴിമാരോടുമൊപ്പം ഒരു വലിയ പൂന്തോട്ടത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ നയനമനോഹരമായ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോ, സുന്ദരമായ കാഴ്ചകൾ അവന്റെ മനസ്സിന് ആനന്ദം ചെരിയുമ്പോ, തോഴിമാരവനെ പരിചരിക്കുമ്പോ ആ മനുഷ്യരോട് പോയി ചോദിക്കും എങ്ങനെയുണ്ട്, സുഖാണോ? അയാൾ പറയും അടിപൊളി, ഇത് തന്നെ ജീവിതം, ഇത് തന്നെ സുഖം, ഒരിക്കൽ കൂടി ഇവിടെ വരണം, ഒരിക്കൽ കൂടി ഇങ്ങനെ ഇരിക്കണം, ഒന്നുകൂടി എനിക്ക് ആസ്വദിക്കണം, ജീവിതം എങ്ങനെയുണ്ട്, ഉഷാർ എന്ന് അയാൾ പറയും.
എന്നാൽ ആ മനുഷ്യൻ പോയി തപിക്കുന്ന മരുഭൂമികള് ഒരു മനുഷ്യനെ പോലും അടുത്തില്ലാത്ത സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി. വിജനമായ മരുഭൂമിയിൽ ഒരു തുള്ളി ജലം പോലും കിട്ടാതെ, വെള്ളം പോലും കിട്ടാതെ അയാൾ ആ മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ഇല്ല, രക്ഷയില്ല. ഈ മരുഭൂമിയുടെ നടുവിൽ ദാഹിച്ചവശരായി വേർപിരിയുക തന്നെ, മരിക്കുക തന്നെ എന്നുറപ്പിച്ച ഒരാള് അയാൾ ചോദിച്ചു, എങ്ങനെയുണ്ട്, സുഖാണോ എന്ന് ചോദിച്ചാൽ അയാൾ പറയും, എന്ത് ജീവിതം ഇത്, ഒടുക്കത്തെ ജീവിതം, ഇതില്ലായിരുന്നെങ്കിൽ. അതാണ് മനുഷ്യൻ. പല രൂപത്തിലും ജീവിതം മനുഷ്യനെ സ്പർശിക്കും. പക്ഷെ ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചവനും പ്രഖ്യാപിച്ചവനും ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അവന് പറയാനുള്ളത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് മടങ്ങാനുള്ളവരുമാണ്. ഇതാണ് നന്ദിയുള്ള ഒരു മനുഷ്യന്റെ വാക്ക്. അതിന് തെളിവാ അയ്യൂബ് നബി അദ്ദേഹം പറഞ്ഞത്. അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 3 ഘട്ടമുണ്ട്, 3 ഘട്ടങ്ങൾ. ഒന്ന് സമ്പന്നതയുടെ ഘട്ടം, ധാരാളം സമ്പത്ത് കൊടുത്തു. ബൈബിളിലും അയ്യൂബ് നബിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഇയ്യോബ പ്രവാചകൻ, ആ ഇയ്യോബ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. ഇനി ആരും തെറ്റിദ്ധരിക്കണ്ട, ഇയ്യോബ പ്രവാചകൻ അയ്യൂബ് നബി വെക്കുമ്പോൾ ചില ആൾക്കാർ ഇതെന്താ ഇയ്യോബ പ്രവാചകൻ, അയ്യൂബ് നബി. സാധുക്കള് അന്ന് വെച്ചാല് എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കുക, പഠിക്കുക ചെയ്യണം. റബ്ബ് തന്ന ആ കണ്ണും കാതും ഹൃദയവും അതുപോലെ തന്നെ ബുദ്ധിയൊക്കെ ഒന്ന് ഉപയോഗിക്കണം, വായിക്കണം. വിവരം ഉണ്ടാവില്ല, എല്ലാം നമുക്ക് അറിഞ്ഞണമെന്നില്ല, എല്ലാം അറിയാൻ കഴിഞ്ഞണമെന്നില്ല. പക്ഷെ അറിവിനോട് ആർക്കൊരു ശത്രുത വെച്ചു കൊടുത്തരുത്. അറിവിനോട് ആരും ശത്രുത കൊടുത്തരുത്. ഈസാ നബി എന്ന് പറഞ്ഞാൽ ഈസാ നബി, അത് നമ്മൾ കേട്ടത്. യേശു എന്ന് പറഞ്ഞാൽ അത് വേറെ, അത് ക്രിസ്ത്യാനികൾക്ക് ഒരു യേശു ഉണ്ട്, അതാണ് യേശു, നമ്മുടെ ആളല്ല. പിന്നെ ഈസാ നബി നമ്മുടെ ആളാണ്. ഈ സാധു വിചാരിച്ചത് ഇത് രണ്ടും രണ്ടാണെന്നാണ്. ബദരീങ്ങൾ ഉപ്പാപ്പ എന്ന് വിളിച്ചിട്ടുണ്ട് പണ്ട്, ബദരീങ്ങൾ ഉപ്പാപ്പ. ഇയാൾ വിചാരിച്ച ബദരീകൾ ഏതൊരു ഉപ്പാപ്പാന്റെ പേരതാ. ബദരീകൾ 313 ആൾക്കാരുണ്ട്. ഈ സാധു പറഞ്ഞിട്ടില്ല, അതൊന്നും പഠിച്ചിട്ടില്ല. ആരാ ബദരീന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മളൊക്കെ വിളിക്കാൻ പറഞ്ഞു, നമ്മൾ വിളിക്കുകയാണ്. ഇത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം എന്തെങ്കിലും കിട്ടും, അത് ആവശ്യത്തിന് നമുക്ക് കേട്ടണം, അത്രയല്ല. അതിനപ്പുറം അത് പഠിക്കണം. ആരാ ബദരീങ്ങൾ പഠിപ്പിച്ചെന്താ, അവരുടെ ആദർശം എന്താ, അത് നമുക്ക് അറിയേണ്ട കാര്യം തന്നെ ഇല്ല. ആരതൊക്കെ ശ്രദ്ധിക്കാൻ, ആ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഇയ്യോബ പ്രവാചകൻ എന്ന് ബൈബിളിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ അയ്യൂബ് നബി എന്നാണ് പറഞ്ഞത്. അയ്യൂബ് വയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ വഅന്ത അർഹമുർ റഹീമീൻ. ഖുർആൻ അങ്ങനെയാണ് അയ്യൂബ് നബിയെ പരിചയപ്പെടുത്തിയത്. അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ സമ്പന്നതയുടെ ഒരു ഘട്ടമുണ്ട്. ചരിത്രം അത് പറയുന്നുണ്ട്. ഒരു താഴ്വര നിറയെ പശുക്കൾ, മറ്റൊരു താഴ്വര നിറയെ ആടുകൾ. ഇങ്ങനെ അയ്യൂബ് നബിയുടെ സമ്പത്തിന്റെ കണക്ക് 100 ആട്, അതുപോലെ തന്നെ 200 ഒട്ടകമൊന്നുമല്ല, അല്ലെങ്കിൽ 500 പശുവൊന്നുമല്ല. ഒരു താഴ്വര നിറയെ പശുക്കൾ, എത്രയും തന്നെ എണ്ണ കഴിയില്ല, അത്രയുണ്ട്. 1000-ഓളം വരുന്ന തൊഴിലാളികൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ ഏത് മുതലാളിക്കുള്ളത്? 1000-ഓളം തൊഴിലാളികൾ അയ്യൂബ് നബിയുടെ കീഴിൽ പണിയെടുക്കുക. 16 മക്കൾ, 10 ആൺമക്കൾ, 6 പെൺമക്കൾ. ഇനി എന്താ വേണ്ട? ഒരു മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള ശരീരം, എന്തിനും പോകുന്ന ഒരാള് അയ്യൂബ് നബി അലൈഹിസ്സലാം. സമ്പത്തുള്ള വാരിക്കോരി കൊടുത്തു. പക്ഷേ നന്ദി കേടില്ല. ഞാൻ ഉണ്ടാക്കിയതാടാ ഇതൊക്കെ എന്നല്ല, ഇതൊക്കെ എന്റെ പരിശ്രമമാടാ എന്നല്ല, ഇതൊക്കെ എന്റെ ബുദ്ധിയാടാ എന്നല്ല. നേരെ മറിച്ച് അല്ലാഹ് എനിക്ക് തന്നതാണ്, റബ്ബ് എനിക്ക് തന്നതാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഹദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി റബ്ബി, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. സമ്പത്ത് തന്നിട്ട് പരീക്ഷിക്കുകയാണ്. നമുക്കങ്ങനെ, നമുക്ക് കട്ടം വരുമ്പോഴേ പരീക്ഷിക്കൂ. അല്ലാഹ് പരീക്ഷിച്ചത് എനിക്ക് വലിയ പരീക്ഷണത്തില്ല, കാര്യം നഷ്ടത്തിലാണ്. അല്ല, കിട്ടിയാലും പരീക്ഷണം തന്നെ, കിട്ടിയാലും പരീക്ഷണം തന്നെ. അല്ലാഹ് പരീക്ഷിക്കുകയാണ്. നന്ദിയുള്ള അടിമയായി അയ്യൂബ് നബി ജീവിക്കുന്നു. മാറ്റമില്ല. സമ്പത്ത് കാണുമ്പോൾ മഞ്ഞളിക്കുന്നില്ല, അഹങ്കാരമില്ല, ധൂർത്തില്ല. വിനീതനായ അടിമയായി അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട ജീവിതം അയ്യൂബ് അലൈഹിസ്സലാം നയിച്ചു. കാലം മുന്നോട്ട് പോയി. അല്ലാഹ് പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി സമ്പത്ത് ഇങ്ങനെ കുറേശ്ശെ പിടിക്കാൻ തുടങ്ങി, കൊടുത്തത് എടുക്കാൻ തുടങ്ങിയല്ല. ഇന്നാലില്ല, എല്ലാം കിട്ടിയത് അല്ലാഹുവിൽ നിന്നാ. ഇനി അവരിലേക്ക് മടങ്ങണമല്ലോ. അല്ലാഹ് തിരിച്ചു പിടിച്ചു അയ്യൂബ് നബിയുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. തൊഴിലാളികളിൽ ചിലർക്ക് രോഗം ബാധിച്ചു. അവരിങ്ങനെ മരിക്കണം കണ്ടപ്പോ വേറെ ചില ആൾക്കാർ ബാക്കിയുള്ള തൊഴിലാളികൾ ഓടിപ്പോയി, നാട് വിട്ടാണ്. അവർ പൊക്കളഞ്ഞു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു